ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രൈസ്തവ കൂട്ടായ്മ. 3 ലക്ഷത്തിലധികം ആളുകൾ ഒരേ മനസ്സോടെ ഒത്തുചേരുന്ന ഒരിടം. വെറും 52 ദിവസം കൊണ്ട് നിർമ്മിച്ച് വമ്പൻ ആരാധനാലയം. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെപ്പോലും സ്ഥിരം വെൽവിഷറായ ലോകത്തിലെ തന്നെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സഭകളിലൊന്ന്. അതാണ് ഹൈദരാബാദിലെ കൽവരി ടെമ്പിൾ. എന്നാൽ ഈ വലിയ പ്രസ്ഥാനത്തിന്റെ തുടക്കം എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരിക്കൽ കടുത്ത ലഹരിക്കടിമയായിരുന്ന ഒരു യുവാവ് സ്വന്തം അമ്മ പോലും ഇവനെ നന്നാക്കാൻ ദൈവത്തിനു പോലും കഴിയില്ല എന്ന് പറഞ്ഞ് കൈവിട്ട ഒരു യുവാവിൽ നിന്നാണ് ഇതെല്ലാം തുടങ്ങിയത്. മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികൾ സാക്ഷിയായ ആ മഹാസംഗമത്തിൽ തന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ആ അത്ഭുതകരമായ സാക്ഷ്യം ഡോക്ടർ സതീഷ് കുമാർ പങ്കുവെക്കുന്നത് നമുക്ക് മലയാളത്തിൽ കേൾക്കാം. എന്റെ പേര് സതീഷ് കുമാർ. ഞാനൊരു ക്രൈസ്തവ കുടുംബത്തിലല്ല ജനിച്ചത്. എന്റെ പൂർവികർ സിനിമാ തിയേറ്ററുകൾ നടത്തിയിരുന്ന ബിസിനസ്സുകാരായിരുന്നു. 11 വയസ്സുള്ളപ്പോൾ മുതൽ ഞാൻ സിനിമകൾ കാണാൻ തുടങ്ങി. ഞങ്ങളുടേത് തന്നെ തിയേറ്ററുകളായതുകൊണ്ട് ടിക്കറ്റിന്റെ ആവശ്യമില്ലായിരുന്നു. സിനിമയിൽ ഞാൻ എന്ത് കണ്ടോ അത് ജീവിതത്തിൽ അനുകരിക്കാൻ ശ്രമിച്ചു. 11ാം വയസ്സിൽ ഞാൻ സിഗരറ്റ് വലിക്കാൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ട താരം സിഗരറ്റ് വലിക്കുന്നത് കണ്ടപ്പോൾ ഞാനും അത് ശീലിച്ചു. സിനിമകളുടെ സ്വാധീനം കാരണം ഒടുവിൽ ഞാൻ ചൂതാട്ടത്തിലേക്ക് എത്തിച്ചേർന്നു. പണത്തിനായി സ്കൂളിൽ പോകുന്നത് നിർത്തി. സമൂഹത്തിൽ മാന്യമായ ഒരു കുടുംബത്തിൽ ജനിച്ചിട്ടും പഠനമില്ലാതെ തോന്നിയതുപോലെ ജീവിക്കുന്നത് കണ്ട് എന്റെ അമ്മ കരയുമായിരുന്നു. നീ എന്റെ വയറ്റിൽ ജനിച്ചതിന് പകരം ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞ് അമ്മ സങ്കടപ്പെട്ടു. ഏതൊരു അമ്മയും ആഗ്രഹിക്കുന്നത് തന്റെ മകൻ നന്നായി പഠിക്കണമെന്നാണ്. ആളുകൾ എന്റെ മോശം പെരുമാറ്റത്തെക്കുറിച്ച് അമ്മയോട് ചോദിക്കുമ്പോൾ അവർക്ക് അത് സഹിക്കാനാവുമായിരുന്നില്ല. എന്റെ അവസ്ഥ കണ്ടിട്ട് അമ്മ പറയുമായിരുന്നു, ദൈവത്തിന് പോലും നിന്നെ നന്നാക്കാൻ കഴിയില്ല, അത്രയ്ക്ക് നീ നശിച്ചുപോയി എന്ന്. ആ സമയത്താണ് ജയപാൽ എന്നൊരു ദൈവദാസൻ ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്നത്. മനുഷ്യനെ സൃഷ്ടിച്ച യേശുക്രിസ്തുവിന് അവൻ എത്ര മോശമായാലും നന്നാക്കാൻ കഴിയും എന്ന് അദ്ദേഹം പ്രസംഗിച്ചു. എന്റെ അമ്മ പറയുന്നത് ദൈവത്തിന് പോലും എന്നെ മാറ്റാൻ കഴിയില്ലെന്നാണ്. എന്നാൽ ജയപാൽ പറയുന്നത് ദൈവം എന്നെ മാറ്റുമെന്നാണ്. അമ്മയുടെ കരച്ചിൽ കാണാൻ വയ്യാതെ ഞാൻ നിൽക്കുന്നിടത്ത് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. തകർന്നു പോയവരെ നീ നന്നാക്കുമെന്ന് കേട്ടു. ഈ ഗ്രാമത്തിൽ ഞാൻ എത്ര മോശമാണെന്ന് എല്ലാവർക്കും അറിയാം. എന്റെ അമ്മ എന്നെ ശപിച്ചു കരയുകയാണ്. നീ എന്നെ മാറ്റുമെങ്കിൽ ഇപ്പോൾ തന്നെ മാറ്റണം. ഞാൻ എഴുന്നേൽക്കുമ്പോൾ എന്റെ സിഗരറ്റ് വലി, സിനിമ ഭ്രാന്ത്, ചൂതാട്ടം തുടങ്ങിയ എല്ലാ മോശം ശീലങ്ങളും എന്നെ വിട്ടുപോയിരിക്കണം. അന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ ആ നിമിഷം തന്നെ എന്റെ ജീവിതത്തിൽ അത്ഭുതം സംഭവിച്ചു. സൃഷ്ടാവ് എന്റെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റി. പാപകരമായ ശീലങ്ങളും സിനിമാ ഭ്രാന്തും എന്നെ വിട്ടുപോയി. എന്റെ മാതാപിതാക്കൾക്ക് അഭിമാനം തോന്നുന്ന രീതിയിൽ ഞാൻ മാറി. ദൈവം എനിക്ക് നന്നായി പഠിക്കാനുള്ള കൃപ നൽകി. കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലുമായി ഞാൻ പഠനം പൂർത്തിയാക്കി. 21ാം വയസ്സിൽ എനിക്ക് കാനഡയിൽ ജോലി ലഭിച്ചു. അന്ന് വീട്ടുകാർക്കെല്ലാം വലിയ സന്തോഷമായിരുന്നു. ഒരു കാലത്ത് പഠിക്കാത്തവനെന്ന് പറഞ്ഞ് കരഞ്ഞവർ ഇന്ന് മകൻ കാനഡയിൽ പോകുന്നു എന്നറിഞ്ഞ് സന്തോഷിച്ചു. കാനഡയിലേക്കുള്ള രേഖകൾ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ മാറ്റിയത് ദൈവമാണ്. അതുകൊണ്ട് ദൈവം എന്ത് പറയുന്നു എന്ന് ഞാൻ പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നോട് സംസാരിച്ചു. നിന്നെ ഞാൻ രക്ഷിച്ചത് കാനഡയിൽ പോയി പണം സമ്പാദിക്കാനല്ല, നിന്റെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാകാനാണ്. ഞാൻ ചോദിച്ചു, എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയ മാതാപിതാക്കളുടെ ആഗ്രഹം ഞാൻ നിറവേറ്റേണ്ടേ? അപ്പോൾ ദൈവം പറഞ്ഞു, നിന്റെ അച്ഛനും അമ്മയും നിനക്ക് ജന്മം നൽകി, എന്നാൽ ഞാൻ നിനക്ക് വേണ്ടി ജീവൻ നൽകി. ജന്മം നൽകിയ അമ്മയുടെ വാക്ക് കേൾക്കണോ അതോ ജീവൻ നൽകിയ എന്റെ വാക്ക് കേൾക്കണോ എന്ന് നീ തീരുമാനിക്കുക. ദൈവം നമുക്ക് വേണ്ടി മരിച്ചത് നമ്മൾ നീതിയോടും സത്യത്തോടും കൂടെ ജീവിക്കാനാണ്. 10 പേർക്ക് ദൈവസ്നേഹം പകർന്നു നൽകാൻ ഞാൻ ദൈവവേലയ്ക്കായി ഇറങ്ങുമെന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാർക്ക് വിഷമമായി. ഈ ബൈബിൾ നിന്നെ പോറ്റുമോ എന്നവർ ചോദിച്ചു. എങ്കിലും എന്റെ മാറ്റം കണ്ടിരുന്നതുകൊണ്ട് അവർ എന്നെ തടഞ്ഞില്ല. അന്ന് വെറുമൊരു ബൈബിളുമായി ഹൈദരാബാദിലേക്ക് വന്ന എനിക്ക് ഇന്ന് ഇത്രയും വലിയൊരു ആത്മീയ കുടുംബത്തെ ദൈവം നൽകി.